സ്തോത്രം. 4-ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ വന്നിരിക്കുക. കഷ്ടതയെ ശാസിക്കുന്നവരുണ്ട്. എനിക്കറിയാം, തിരുവനന്തപുരത്തൊരു സഹോദരൻ കഷ്ടതയെ ശാസിച്ച് കഷ്ടത മുഴുവൻ പോയി കോടിക്കണക്കിന് രൂപയായി. ഇപ്പോൾ ദൈവകൃപയുടെ ഒരു കണിക പോലുമില്ല. എന്നാൾ പറയുക, ഞാനും ഇൻകം ടാക്സ് കൊടുക്കുന്ന ഒരു പാസ്റ്ററാണ്, ഇവിടെ തിന്നാനും കുടിക്കാനും ഇല്ല പാസ്റ്റർമാർ. അപ്പോൾ പുള്ളി എന്ത് ചെയ്യുക? ഇൻകം ടാക്സ് കൊടുക്കുക. കാരണം അമേരിക്ക, ലണ്ടൻ, യൂറോപ്യൻ രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും പറന്ന് നടന്ന് ദുരുപദേശം പറഞ്ഞ് കാശുണ്ടാക്കി ബാങ്കിൽ കൊണ്ടുപോയി ഇട്ടിട്ട് ദുരുപദേശം പറയുന്ന എവർ സ്വർഗത്തിൽ പോകുമോ? പൗലോസും പത്രോസും യോഹന്നാനും യാക്കോബും 1 കൊരിന്ത്യർ 4:11, 12, 13 പറയുന്നു, ഞങ്ങൾക്ക് തിന്നാനില്ല, കുടിക്കാനില്ല, ഉടുക്കാനില്ല, സ്ഥിരവാസമില്ല, ഞങ്ങളെ ഉപദ്രവിക്കുന്നു, കഷ്ടതകളും ബുദ്ധിമുട്ടുകളും, ഇങ്ങനെ അനേക കഷ്ടങ്ങളാൽ നമ്മൾ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് അവർ പറയുകയും അവർ അനുഭവിക്കുകയും ചെയ്തപ്പോൾ ഇവിടെ കഷ്ടതയില്ലാതെ സപ്രപഞ്ചത്തിൽ കിടന്ന് സുഖിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റർമാരും സഹോദരന്മാരും ഏത് സ്വർഗത്തിലാണ് പോകുന്നത്? എനിക്കറിയത്തില്ല. പോകാമെങ്കിൽ പൊക്കോട്ടെ, പക്ഷേ സ്വർഗരാജ്യത്തിൻ്റെ പടിവാതിൽ കാണത്തില്ല. കാരണം ദൈവവചനത്തിൻ്റെ പഠനം അങ്ങനെയാണ് കിടക്കുന്നത്. കഷ്ടതയിലൂടെ അല്ലാതെ ഒരു വ്യക്തി എന്ത് ചെയ്യത്തില്ല? നന്നായി വരത്തില്ല. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്, പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. വേറൊരു വാക്യം കൂടെ ഉണ്ട്, എബ്രായ ലേഖനം എടുത്താട്ടെ. എബ്രായ ലേഖനം എടുത്താട്ടെ, ആ വാക്യം ഒന്നുകൂടി ഒന്ന് വായിക്കണം. അതിൻ്റെ 5-ാം അധ്യായത്തിൽ 8-9 വാക്യം കൂടി. 8-9 വാക്യം. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പിടിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. നേരത്തെ വായിച്ചത് എബ്രായർ 2:10. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. അതുപോലെ ഉപദേശിമാർക്ക് കഷ്ടത വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? കഷ്ടാനുഭവങ്ങൾ അവരെ തികഞ്ഞവരാക്കുക. സമൃദ്ധിയിൽ ഇരുന്നുകൊണ്ടൊന്നും ഉപദേശം പ്രസംഗിക്കാൻ പറ്റത്തില്ല. ഓർത്തോണം, കോടിക്കണക്കിന് സമ്പാദിച്ച് വെച്ചിട്ട് പ്രസംഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ചീറ്റി പോകുന്നത്. മനസ്സിലായില്ലേ? കോടികൾ വല്ലവരും അടിച്ചുകൊണ്ട് പോകാൻ നേരത്ത് ആത്മഹത്യ ചെയ്യുന്നത് അതുകൊണ്ടാണ്. നമ്മളെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല. നമുക്ക് ഉണ്മാനും ഉടുപ്പാനുണ്ടെങ്കിൽ മതിയെന്നുള്ള നമ്മുടെ ചിന്ത. മാന്യമായ നിലയിൽ ജീവിക്കണം. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു വാക്യം കൂടി, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങളവിടെ എൻ്റെ കാഴ്ചയോടെ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു. ഒരു മാതൃക. പുത്രനായ യേശു ക്രിസ്തു നമുക്കൊരു മാതൃക വെച്ചു പോയിരിക്കുക, തന്നിരിക്കുക. എന്താണ് ആ മാതൃക? കഷ്ടത. അതുകൊണ്ട് കഷ്ടത വരുമ്പോൾ ആരും കഷ്ടതയെ ശപിക്കരുത്, കഷ്ടത വേണ്ടെന്ന് പറയരുത്, കഷ്ടത മാറിപ്പോകാൻ പ്രാർത്ഥിക്കരുത്. ഈ കഷ്ടതയിലൂടെ തികഞ്ഞു വരുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഞാനുൾപ്പെടെ ശ്രദ്ധിക്കുന്നത്, എപ്പോഴും ചിന്തിക്കുന്നത് എന്താ? ഈ കഷ്ടതയൊന്ന് മാറി സന്തോഷം കിട്ടാനാണ്. അത് തെറ്റാണ് വചനവസ്ഥ പ്രകാരം. പുത്രൻ കഷ്ടതയിലൂടെ തികഞ്ഞെങ്കിൽ ആ പുത്രൻ്റെ അനുഗാമികളായ ശിക്ഷഗണങ്ങളും കർത്താവിലൂടെ തികഞ്ഞു വരണം, കഷ്ടതയിലൂടെ തികഞ്ഞു വരണം. അതിനാണ് പലസ്തീൻ നാട്ടിൽ കിടക്കുന്ന ശിഷ്യന്മാർ ഒന്നുമില്ലേലും 3 നേരം മീൻ കൂട്ടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവരാ. മീനും ഇല്ല, ഒന്നുമില്ല, പട്ടിണിയോട് പട്ടിണി. അവർ പട്ടിണി കിടന്നെന്നുള്ളതിന് 2-3 തെളിവുകളുണ്ട്, ഞാൻ പറയാം. കർത്താവ് ശിഷ്യന്മാർ കൂടി നിലത്തിൻ്റെ അരികിൽ കൂടി പോകുമ്പോൾ ഒരു പ്രവൃത്തി ചെയ്തു. എന്താ ചെയ്തു? മറന്നുപോയി. കതിരി പറിച്ചു തിന്നു. അത് വിശന്നിട്ടാണ് തിന്നതെന്നാണ് പുസ്തകം പറയുന്നത്. 5 അപ്പത്തെ നുറുക്കി കൊടുത്തപ്പോൾ എല്ലാവർക്കും തിന്നാനായിട്ട് ഇട്ട് കൊടുത്തു. അതിലൊരു പാസ് പറഞ്ഞു, ഇങ്ങനെയാണ് എല്ലാവർക്കും കൊണ്ടുപോയി തിന്ന്, ഞങ്ങളുടെ വീട്ടിൽ ഭാര്യയും കൊച്ചുമൊക്കെ പട്ടിണി കിടക്കുക, നീയൊക്കെ തിന്നെന്ന് പറഞ്ഞ് ഇഷ്ടംപോലെ ഇട്ട് കൊടുക്കും. എല്ലാവരും തിന്ന് തൃപ്തി പ്രാപിച്ചു. ഈ ഇവരുടെ ഉള്ളം കർത്താവ് കണ്ടിട്ട് എന്ത് പറഞ്ഞു? ശേഷിച്ച കഷ്ണം മുഴുവൻ ശേഖരിക്കാൻ പറഞ്ഞു. എത്ര കൊട്ട ഉണ്ടായി? ഈ 12 കൊട്ട എന്ത് ചെയ്യാൻ പറഞ്ഞു? 12 പേരും വീട്ടിൽ കൊണ്ടുപോയി തിന്നതാണ്. അച്ചിക്കും കുട്ടികൾക്കും കൊടുത്ത് ഇഷ്ടം പോലെ തിന്നുള്ള. കാരണം ഇവർ മറ്റുള്ളവർക്ക് വിളമ്പി കൊടുക്കുമ്പോൾ ഇവരുടെ ഉള്ളിലെ ചിന്ത എന്താ? ഞങ്ങളുടെ ഭാര്യയും കുട്ടികളും പട്ടിണി. കർത്താവ് അതറിഞ്ഞിട്ട്, അതാണ് കർത്താവ് മനസ്സിലുള്ളതെന്ന് പറയുന്നത്. ഹൃദയങ്ങളെ ശോധനയിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ അതാണ്. ദൈവമുള്ളവരെയും നമ്മുടെ അവസ്ഥകളെല്ലാം കർത്താവ് അറിയുന്നു. നമ്മുടെ ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും ഭാരങ്ങളെല്ലാം കർത്താവ് അറിയുന്നു. എന്നും നമ്മൾ കഷ്ടത അനുഭവിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. കഷ്ടതകൾക്ക് നീക്കുപോക്ക് തരും. എന്നാൽ കഷ്ടത തരുന്നത് നമ്മുടെ ശുദ്ധീകരണത്തിനാണ്, നമ്മുടെ ആത്മീക ഗുണീകരണത്തിനാണ്, നമ്മളെ ശുദ്ധീകരിച്ചെടുക്കാനാണെന്നുള്ള ഒരു വലിയ ദൂത്
ദൈവവചനത്തിലൂടെ പഠിച്ചെടുത്തില്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകും. നമ്മൾ അവസാനം അത് വലിയ കഷ്ടത്തിൽ ചെന്ന് കലാശിക്കും. അതുകൊണ്ട് അത് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ അതിലേക്ക് വരുന്നു. അടുത്ത എപ്പോഴും സന്തോഷിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. അടുത്ത് ആത്മാവിനെ കെടുക്കരുത്. ഈ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ ഒരു ദീപം പോലെയാണ്, കത്തിച്ചു തരുന്നൊരു ദീപമാണ്. അത് നമ്മൾ പ്രാർത്ഥിച്ചും വചനം ധ്യാനിച്ചും വിശുദ്ധ ജീവിതം നയിച്ചും എപ്പോഴും ആ ആത്മാവിനെ എന്ത് ചെയ്യണം? ശോഭയുള്ളതാക്കി തീർത്തുകൊണ്ടിരിക്കണം. പൗലോസ് തിമോഥെയോസിനോട് എൻ്റെ കൈവെപ്പിനാൽ നിനക്ക് ലഭിച്ച ആത്മാവിനെ എന്ത് ചെയ്യരുത്? നഷ്ടപ്പെടുത്തി കളയരുത്. എൻ്റെ കൈവെപ്പിനാൽ നിനക്ക് ലഭിച്ച ആത്മാവിനെ അലക്ഷ്യമാക്കരുത് എന്ന് പൗലോസ് തിമോഥെയോസിനോട് പറയുന്നുണ്ട്. അത് കെടുത്തിക്കളയരുത്, അത് നശിപ്പിച്ച് കളയരുത്. പരിശുദ്ധ അഭിഷേകം പ്രാപിച്ചാൽ ആ അഭിഷേകത്തിൽ നിലനിന്ന് ജീവിക്കാൻ പറ്റും, അഭിഷേകം നഷ്ടപ്പെടുത്താനും പറ്റും. ശൗലിന്റെ പേരിലുള്ള അഭിഷേകം ശൗൽ എന്ത് ചെയ്തു? നഷ്ടപ്പെടുത്തിയപ്പോൾ ശൗലിന് സംഭവിച്ചത് എന്താ? ഒറ്റവാക്കി പറയാമോ? ശത്രുവിന്റെ മുൻപാകെ നിൽക്കാൻ കഴിഞ്ഞില്ല, നാലടിയായി. അവസാനം സ്വയം ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. കുന്തം ചാരിയിട്ട് അതിൻ്റെ മേൽ വീണു. ചാകാതിരുന്നപ്പോൾ ഒരുത്തൻ അതിലേ വന്നു, അമാലേക്കൻ. നീ ആരാന്ന് വെച്ചു? അമേലേക്കൻ. ഞാൻ എൻ്റെ പ്രാണൻ നിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ട് നിന്റെ വാള് കൊണ്ട് എന്നെ വെട്ടിക്കൊല്ലാൻ പറഞ്ഞു. അഭിഷേകം നഷ്ടപ്പെടുത്തിയവൻ്റെ ഗതികെട്ട അനുഭവം. അഭിഷേകം നഷ്ടപ്പെടുത്തിയ ശൗൽ ദൈവദാസനായ ദാവീദിനെ കൊല്ലാനായിട്ട് നടന്നു. അഭിഷേകം നഷ്ടപ്പെടുത്തിയാൽ അഭിഷേകമുള്ളവനെ കൊല്ലാൻ നടക്കും. ഇതൊക്കെ ഒരു ദൂതാണ്, പഴയ നിമിത്തിൽ നിന്ന് കടഞ്ഞെടുത്ത് തരുന്ന ദൂതാണ്, മനസ്സിലായിക്കൊള്ളണം. അതുകൊണ്ട് നമ്മൾ അഭിഷേകം പ്രാപിച്ചാൽ അഭിഷേകത്തിൽ നിലനിൽക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതവിടെ പറയുന്നത്. ആത്മാവിനെ കെടുക്കരുത്, കെടുത്തിക്കളയരുത്. പരിശുദ്ധാഭിഷേകം പ്രാപിച്ചാൽ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ആത്മാവിനെ അനുസരിച്ച് നടന്നില്ലെങ്കിൽ ആത്മാവ് നമ്മളിൽ കെട്ടുപോകും. പിന്നെ നമ്മളിൽ അന്യഭാഷ ഉണ്ടാകും, പിന്നെ ബഹളങ്ങൾ ഉണ്ടാകും. അത് നല്ല ആത്മാവായിരിക്കത്തില്ല, ദുരാത്മാവായിരിക്കും. അവസാനം അത് നാശത്തിലേക്ക് തന്നെ കലാശിക്കും. അനേക പെന്തക്കോസുകാർക്ക് ഈ ഗതികെട്ട അനുഭവം സംഭവിച്ച് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രിയമുള്ളവരെ നിങ്ങളോട് ശക്തമായിട്ട് ഞാൻ വിളിച്ചു പറയുന്നത്. അവസാനം ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഈ പറഞ്ഞു വരുന്ന ഓരോ വാക്കുകൾ എന്താണ്? സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടമാണിത്. കർത്താവെ കർത്താവെ എന്ന് വിളിച്ചുകൊണ്ടിരിക്കാതെ ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുമ്പോഴാണ് സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. അല്ലാത്തവർക്കും സ്വർഗരാജ്യം ഇല്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് രണ്ട് അന്യഭാഷ പറഞ്ഞ് സ്വർഗത്തിൽ പോകുന്ന ആരെങ്കിലും പറഞ്ഞെങ്കിൽ അവനെപ്പോലെ ദുരുപദേശിച്ച് ലോകത്ത് പറയില്ല. അതൊക്കെ ഒരു ബേസിക് ക്വാളിഫിക്കേഷനാണ്. സ്വർഗത്ത് പോകാനുള്ളൊരു ബേസിക് ക്വാളിഫിക്കേഷനാണ് രക്ഷാസ്നാനം, അഭിഷേകം, വിശുദ്ധി, വേർപാട്. അവിടെ നിന്നുകൊണ്ട് ഓടണം. ഓട്ടം എന്താ? ജീവിതം. ജീവിച്ച് 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 പൗലൂസിനെ പോലെ ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന അളവിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും വളരണം. പറ്റുമോ സഹോദര? അങ്ങനെയാണെങ്കിൽ സ്വർഗത്ത് പോലെ ആര് കാണും? ബാബു സഹോദര, ആരും കാണത്തില്ല. നമുക്ക് ശ്രമിക്കാം. ഇന്ന് മുതൽ നമുക്ക് ശ്രമിക്കാം. ഈ വചനം കേട്ട് ഇത് പിന്നെയും പിന്നെയും വെച്ച് കേൾക്കണം. കേട്ട് 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 നമ്മൾ അതിനു വേണ്ടി ആത്മീകമായി ലോകത്തോടും ജഡത്തോടും പിശാചിനോടും യുദ്ധം ചെയ്ത് വിജയശ്രീ ലാളിതരായി നമ്മുടെ ഓട്ടക്കളത്തിൽ പട്ടുപോകാതെ ആ ലക്ഷ്യസ്ഥാനത്ത് ചെന്നെത്താൻ ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപുള്ളതൊക്കെയും മറന്ന് മുൻപിലുണ്ട് ഞാൻ പരമയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു, ലക്ഷ്യത്തിലേക്ക് ഓടുന്നു. എന്താ എൻ്റെ ലക്ഷ്യം? ദൈവരാജ്യം. എന്താ എൻ്റെ ലക്ഷ്യം? സ്വർഗരാജ്യം. ഇന്നത്തെ ഊരേശിമാരുടെ ലക്ഷ്യം എന്താ? അമേരിക്ക, ലണ്ടൻ, കാനഡ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് നാടുകളാണ് അവിടെ ലക്ഷ്യം. എൻ്റെ അടുക്ക് ഒരു വാർത്ത വന്നിട്ട് പറഞ്ഞു, അമേരിക്കയിൽ ആരെങ്കിലും ഉണ്ടോ? ലണ്ടനിൽ എനിക്ക് ആരും ഇല്ലെന്ന് പറഞ്ഞു. ദുബായിൽ ആരെങ്കിലും ഉണ്ടോ? എനിക്കാരും ഇല്ലെന്ന് പറഞ്ഞു. കാരണം എന്താ? നമ്മുടെ കെയർ ഓഫിൽ പോയി പറ്റാനാ. അവിടെ ചെന്നില്ലാത്ത കുർത്തക്കേടെല്ലാം കാണിച്ചിട്ട് നമ്മളതിന് സമാനം പറയണം. പിന്നെ സ്വത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ ലക്ഷ്യം ദൈവരാജ്യമായിരിക്കണം. ദൈവരാജ്യവും ദൈവനീതിയും അന്വേഷിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് കാര്യം അത് വിശ്വസിക്കണം. നമ്മൾ അതിന് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞ പോലെ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ, ഞങ്ങളുടെ പ്രത്യാശ വർദ്ധിക്കാൻ സഹായിക്കണമേ, ഞങ്ങളുടെ സന്തോഷം വർദ്ധിക്കാൻ സഹായിക്കണമേ, ഞങ്ങളുടെ സമാധാനം വർദ്ധിക്കാൻ സഹായിക്കണമേ. ഈ സന്തോഷവും സമാധാനവും പ്രത്യാശയെല്ലാം കർത്താവാ തരുന്ന, അല്ലെങ്കിൽ ലോകമല്ല. ലോകം നിനക്ക് സമാധാനം തരത്തില്ല. ഈ ലോകം നമുക്ക് സന്തോഷം തരത്തില്ല.
ലോകം തരുന്ന സന്തോഷം അവസാനം അത് നരകക്കുഴിയിലായിരിക്കും കൊണ്ട് അവസാനിക്കുക. അതുകൊണ്ട് കർത്താവിലുള്ള സന്തോഷവും കർത്താവിലുള്ള സമാധാനവും പ്രാപിച്ചെടുക്കുവാൻ ഞാൻ നിങ്ങളെ ആത്മാവിൽ പ്രബോധിപ്പിക്കുന്നു. പ്രവചനം തുച്ഛീകരിക്കരുത്. ഈ പ്രവചനം എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവും അപ്പോസ്തലന്മാരും വിശുദ്ധ പ്രവാചകന്മാരും തന്നിരിക്കുന്ന മുഴുവൻ പ്രവചനങ്ങളാണ്. ഇതെല്ലാം പ്രവചനങ്ങളാണ്. ഉപദേശങ്ങളെല്ലാം പ്രവചനങ്ങളാണ്. ഈ പ്രവാചകനായിരിക്കാം, ആത്മീയനായിരിക്കാം, ഞാൻ ദൈവത്തിൻ്റെ ദൈവകൽപ്പനയായ പ്രവചന ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവചനം തുച്ഛീകരിക്കരുത്. സകലതും ശോധന ചെയ്ത് എന്തോ ഒന്നുകൂടി പറഞ്ഞേ, ഒന്നുകൂടി നോക്കിയേ, പുസ്തകം നോക്കി വായിച്ചേ. സകലതും ശോധന ചെയ്ത് നല്ലതെന്നുള്ള പറഞ്ഞില്ലല്ലോ. സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കണം. ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ കേൾക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അതിന് നല്ല ആശയം വല്ലതും ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ കളഞ്ഞേക്കുക. ഒരു പാസ്റ്റർ എന്തെങ്കിലും പ്രസംഗിക്കുന്നത് എന്ത് ചപ്പയോറാണ് പ്രസംഗിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മളൊന്ന് കേൾക്കുന്നു. കേട്ടിട്ട് നല്ലതാണെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ എടുത്ത് ദൂരെ കളഞ്ഞേക്കുക. സകലതും ശോധന ചെയ്യുക, നല്ലത് മുറുകെ പിടിക്കുക. ഇന്നിപ്പോൾ വന്ന് നല്ലത് വിട്ട് കളഞ്ഞിട്ട് ചപ്പൻ ചോറും മുറുകെ പിടിക്കുക. മുറുകെ പിടിക്കുക എന്ന് പറയുമ്പോൾ 2 Thessalonians 2:15 എന്താ എഴുതിയിരിക്കുന്നത്? ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ അതാ മുറുകെ പിടിക്കേണ്ടത്. അത് മറിയയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് മാർത്തയും മറിയുടെയും ഭവനത്തിൽ യേശു വന്നപ്പോൾ മറിയ കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. പുള്ളിക്കാരി എന്ത് ചെയ്യുക? ഫുഡ് ഉണ്ടായിക്കൊണ്ടിരുന്നു. ഫുഡ് മീറ്റിംഗ് കഴിഞ്ഞാൽ ഫുഡ് വിളമ്പണം. ആര് പറഞ്ഞു ഫുഡ് ഉണ്ടാക്കാൻ? അത് നേരത്തെ ഉണ്ടാക്കണമെന്ന്. അല്ലെങ്കിൽ കർത്താവിനെ അവിടെ പിടിച്ചിരുന്നിട്ട് അപ്പം തന്നെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പം അന്നത്തെ ഫുഡെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെക്കുന്ന പോലെയൊന്നുമല്ല. എന്തെങ്കിലും ഒരു കറിയും വെച്ചൊരു റൊട്ടി മേടിച്ച് തിന്നുകയാണ് ചെയ്യുന്നത്. ഈ മാർത്ത ചെയ്തതിനെ കർത്താവ് പ്രശംസിച്ചില്ലെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാർത്ത എന്താ ചെയ്ത്? ഭക്ഷണ കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരുന്നു. മറിയ എന്ത് ചെയ്തു? നല്ല അംശം തിരഞ്ഞെടുത്തു. എന്താ ഈ നല്ല അംശം? പുസ്തകം വായിക്കണം കേട്ടോ, ഇടയ്ക്കിടയ്ക്ക്. കർത്താവ് പറഞ്ഞ വചനം കേട്ടുകൊണ്ടിരുന്നു. ഇന്ന് ലോകത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ പെട്ടെന്ന് നിർത്താം, ഒരു 10 മിനിറ്റ് കൂടി ഉള്ളൂ. ലോകത്തിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠമേറിയത്, ഉത്തമമായത്, അനുഗ്രഹിക്കപ്പെട്ടത് ഈ ദൈവവചനം കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യും. അതിനേക്കാളൊന്നുമില്ല ലോകത്തിൽ. ഈ ട്രംപും കുമ്പും ഒക്കെ പറയുന്നത് ഞാൻ കേൾക്കും. നല്ല കിടത്ത് ഒരു പോയി പണി നോക്കാൻ പറയാം. കാരണം പറയുന്ന മുഴുവൻ പോഷകങ്ങളായിരിക്കും കുറേ പറയുന്നത്. ഇപ്പം പറയുന്നത് പിന്നെ പറയത്തില്ല, പിന്നെ പറയുന്നത് ഇപ്പം പറയത്തില്ല. അങ്ങനെ മറിച്ചും തിരിച്ചും പറയുന്ന ഒരു പരിപാടിയുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ നല്ലത് ചെയ്താലും കൂടുതലും ചെയ്യുന്നത് ദോഷങ്ങളായിരിക്കും ചെയ്തു വയ്ക്കുക. നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് ഏറ്റവും വലിയ വിപത്താണ് അയാളത്ത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇന്ത്യയുടെ ചുങ്കം ഇന്ത്യ ഇറക്കുന്ന സാധനങ്ങൾക്കൊക്കെ എത്ര ശതമാനം ചുങ്കം കയറ്റിയേക്കണമെന്ന് അറിയാമോ? വായിച്ചു നോക്കി. 25, 30, 40, 50 ഒക്കെ കയറ്റി വെച്ചിരിക്കുക. അപ്പോൾ ഒരു സാധനം നമുക്ക് അങ്ങോട്ട് ഇറക്കി വിൽക്കാൻ പറ്റത്തില്ല, കൂട്ടി വെച്ചിരിക്കുക. അതുകൊണ്ടുകൊണ്ട് റഷ്യ എന്ത് ചെയ്തു? പെട്രോളിന് വരെ ചുങ്കം കുറച്ചിരിക്കുക നമുക്ക് വാങ്ങാൻ വേണ്ടി. മറ്റുള്ള രാജ്യങ്ങൾ നമുക്ക് തന്നിരിക്കുക. റഷ്യയോട് അടുക്കുന്നു എന്ന് കണ്ടപ്പോൾ അമേരിക്ക നമ്മളോട് എന്ത് കാണിച്ചു? അകലാൻ തുടങ്ങി. നമ്മുടെ ശത്രുവായ പാകിസ്ഥാനോട് എന്ത് ചെയ്തു? അടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇവരൊക്കെ ജഡീകന്മാരും പ്രാകൃതന്മാരുമാണ്. സന്ദർഭോചിതമായി ഇവരൊക്കെ ഇടപെടാനിടയായി തീരും. ബൈബിളൊക്കെ പൊക്കിപ്പിടിച്ച് ഞാൻ യേശു വിശ്വസിക്കുന്നു, കർത്താവുണ്ട്, ദൈവമുണ്ട്, യേശു ക്രിസ്തു ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും അതുകൊണ്ടൊന്നും ഗുണമൊന്നുമില്ല. കർത്താവേ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ടിരുന്നാലൊന്നും ആരും സ്വർഗത്ത് പോകില്ല. അതിനെന്ത് ചെയ്യണം? സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണം. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിതാവിൻ്റെ ഇഷ്ടം തമ്മിൽ തമ്മിൽ സമാധാനമായിരിപ്പിനെന്ന് തുടങ്ങി സകലവിധ ദോഷവും വിട്ടകലുവീൻ എന്ന 14 കൂട്ടം കാര്യങ്ങളുണ്ട്. അത് വായിച്ച് പഠിച്ചോണം. അതനുസരിക്കുമ്പോഴാണ് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത്. അടുത്ത കുറേ ഇഷ്ടം കൂടിയുണ്ട്. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങൾ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഈ 23-ാം വാക്യം തരുന്ന പഠനം എന്താണ്? ശ്രദ്ധിച്ചു കേൾക്കണേ. പിതാവിൻ്റെ ഇഷ്ടം 1 Thessalonians 5:13 2-ാം പാർട്ട് തൊട്ട് 22 വരെയുള്ള വാക്യത്തിൽ പിതാവിൻ്റെ ഇഷ്ടമുണ്ട് അല്ലേ? അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്നിട്ട് 23-ാം വാക്യം എന്താ? എല്ലാവരും നോക്കി വേദപുസ്തകത്തിലേക്ക്. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് എല്ലാവരും നോക്കിയേ.
ഈ പിതാവിൻ്റെ ഇഷ്ടം നമ്മൾ ചെയ്താൽ മാത്രമേ സമാധാനത്തിന്റെ ദൈവം നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? ശുദ്ധീകരിക്കത്തുള്ളൂ. നമ്മളിപ്പോ പറയാം ശുദ്ധീകരിക്കണം കർത്താവ്, ശുദ്ധീകരിക്കണം കർത്താവ്, ശുദ്ധീകരിക്കണം കർത്താവ്, ശുദ്ധീകരിക്കണം കർത്താവ്, വിട്ടുവിക്കണം കർത്താവ്. ഒരു വിട്ടുവിക്കലും ഇല്ല, ഒരു ശുദ്ധീകരണവും ഇല്ല. മനസ്സിലായോ? അത് അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്താണെന്ന് പെന്തക്കോസ്ത് സമൂഹം ഇന്ന് മനസ്സിലാക്കിയിട്ടില്ല. ഇന്ന് മനസ്സിലാക്കിക്കോ നന്നായിട്ട്. ഈ 14 കൂട്ടം കാര്യങ്ങൾ, 14ഓളം കൂട്ടങ്ങൾ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ സമാധാനത്തിന്റെ ദൈവം നമ്മെ ശുദ്ധീകരിക്കും. അടുത്ത, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നമ്മളെ കാക്കും. ഇല്ലെങ്കിൽ നമ്മളെ ശുദ്ധീകരിക്കുകയില്ല, നമ്മളെ കാക്കുകയുമില്ല. അപ്പൊ നമ്മുടെ അവസ്ഥ എന്തായി? നേരെ ധനവാന്റെ കിടക്കേണ്ട സ്ഥലത്തേക്ക് പോകേണ്ട ഗതികെട്ട അവസ്ഥയായി. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നില്ലേ? ഇച്ചിരി ഭാഷയുടെ ശൈലിക്ക് ഇച്ചിരി വ്യത്യാസം ഉണ്ടെങ്കിലും കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുമ്പോഴേ നമ്മൾ സ്വർഗരാജ്യത്തിൽ പോകാനുള്ള ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുള്ളൂ, യോഗ്യത കിട്ടുന്നുള്ളൂ. ആ യോഗ്യത വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ദൈവം നമ്മെ ശുദ്ധീകരിക്കുന്നത്. നമ്മുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുവണ്ണം കാക്കും. കർത്താവ് നമ്മളെ കാത്തില്ലെങ്കിൽ, കർത്താവ് നമ്മെ സൂക്ഷിച്ചില്ലെങ്കിൽ സാത്താൻ നമുക്കിട്ട് കുത്തും. മനസ്സിലായോ? യോബ് കർത്താവിൻ്റെ സംരക്ഷണ വലയിലായിരുന്നത് കൊണ്ടാണ് പിശാച് അവരെ ഉപദ്രവിച്ചിട്ടും വിശ്വാസം തള്ളിക്കളയാതെ നിലനിന്നത്. യോബിനെ പോലുള്ള കഷ്ടതയൊക്കെ വന്നാൽ, ബാബുസഹോദരാ, ഫ്രാൻസിസെ, ഉപദേശിയെ, ഞാൻ എന്നോട് തന്നെ പറയുക, നിൽക്കുമോ നമ്മള്? അതുകൊണ്ടാണ് നമുക്ക് പരീക്ഷയോടുകൂടി നീക്കുപോക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ആരും നിൽക്കത്തില്ല. പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴി ഉണ്ടാക്കുമെന്ന വചനം ഇല്ലേ? അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരീക്ഷകളിൽ തകർന്നു പോകാതിരിക്കാൻ കർത്താവ് നമ്മളെ പോക്കുവഴി നിന്ന് നടത്തുകയാണ്. പക്ഷെ ഒരു കാര്യം ചെയ്യണം, സ്വർഗത്ത് പോകണമോ? ഈ ശബ്ദം കേൾക്കുന്ന വാട്സപ്പ്, ടെലഗ്രാം, യൂട്യൂബിലൂടെ ഇതനേകർ കേൾക്കുന്നുണ്ട്. അവർ സ്വർഗത്ത് പോകണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടമായ 1 തെസ്സലോനി 5:13 മുതൽ 22 വരെയുള്ള വാക്യം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകണം. ഇത് ചെയ്യണം. പിണങ്ങിയും ഇണങ്ങിയും ഒന്നും ഇരുന്നുകൊണ്ടൊന്നും ഒരു കഥയുമില്ല. വടക്കും വക്കാണത്തിൽ ഇരുന്നുകൊണ്ടൊരു കഥയില്ല. ആരോടും പിണങ്ങണ്ട, ആരോടും വടക്കുണ്ടാക്കണ്ട. എല്ലാവരോടും ഞങ്ങളുടെ ജോസ് അവർ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാവരോടും സമാധാനമായി. ജോസ് എനിക്ക് തന്നിരിക്കുന്ന ഒരു, ഞങ്ങളുടെ ഒരു ചീഫുണ്ട്, മാസ്റ്റർ, നല്ലൊരു മനുഷ്യനാണ്. മുമ്പ് അദ്ദേഹം വളരെ മോശമായ നിലയിലൊക്കെ ജീവിച്ചാ, പക്ഷെ ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തെ ആ നിലയിൽ നടത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ എക്കണോമി എല്ലാം ദൈവം ശരിയാക്കി, കുടുംബ പശ്ചാത്തലങ്ങളൊക്കെ റെഡിയായി വന്നുകൊണ്ടിരിക്കുക. അദ്ദേഹം പറയുന്നത്, ഭാര്യയോട് സമാധാനത്തിൽ ജീവിക്കുക, വഴക്കൊന്നും ഉണ്ടാക്കണ്ട, ആരോടും വഴക്കിന് പോകണ്ട. നമ്മളിപ്പോൾ അവിടെ നിന്ന് അടിച്ചിറക്കിയെങ്കിലും നമുക്ക് പുള്ളിയോട് ഇതില്ല, വഴക്കില്ല. ഇപ്പോഴും പ്രാർത്ഥന, കർത്താവേ ആത്മാവ് നഷ്ടപ്പെട്ടു പോകരുത്, നിത്യതയിൽ കാണും. കാരണം കുറേ നാൾ നമ്മളോടൊപ്പം കൂട്ടായ്മ അയച്ചതാണ്, ഉപദേശങ്ങൾ കേട്ടതാണ്. നഷ്ടപ്പെട്ടു പോകരുത്, അത് മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രാർത്ഥന. എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള പ്രാർത്ഥന അത് മാത്രമേ ഉള്ളൂ. കർത്താവെ നശിച്ചു പോകരുത്, കർത്താവെ നിത്യമായ നരകത്തിൽ പോകരുത്, കർത്താവ് രക്ഷിക്കണമേ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോഴാണ് സമാധാനത്തിൻ്റെ ദൈവം നമ്മെ ശുദ്ധീകരിക്കുന്നത്. എഫേസർ 5:13 മുതൽ 22 വരെയുള്ള വാക്യം ചെയ്തു കഴിയുമ്പോൾ സമാധാനത്തിൻ്റെ ദൈവം നമ്മെ ശുദ്ധീകരിക്കും. നമ്മുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുവണ്ണം കാക്കുവാനിടയായിത്തീരും. നിങ്ങളെ വിളിക്കുന്നു, വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി അടുത്ത വാക്യം, സൗരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി. ഇപ്പോൾ പൗലൂസ് ഉപദേശം പറയുമ്പോഴും, പൗലൂസ്, സസ്തനോസ്, യോഹന്നാൻ, യാക്കോബ്, പത്രോസ് ഒക്കെ സഭകൾക്ക് ഉപദേശം പറയുമ്പോഴും അവർ പറയുന്നത് എന്താ? ഞങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഈ ഉപദേശം പറയുന്നത് എനിക്ക് വലിയ പോരാട്ടമുണ്ട്. അത് നിങ്ങളെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പോലെയുള്ള പോരാട്ടം ഞാൻ എൻ്റെ ശരീരത്തിലും എല്ലാത്തിലും അനുഭവിക്കുന്നതാണ്. പക്ഷേ എനിക്കത് വിഷയമല്ല, കർത്താവ് എന്നോട് കൂടെയുണ്ട്. ഐ ആം വിത്ത് യു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ദൈവം നമ്മെ ശക്തീകരിക്കും, ദൈവം നമ്മെ ബലപ്പെടുത്തും. ഏത് പോരാട്ടങ്ങൾ വന്നാലും നെവരെ നിൽക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മെ ശക്തീകരിക്കും. അതാണ് ദൈവകൃപ. അത് കൃപയാലാണ്, കൃപയാലാണ്, കൃപയാലാണ്. 26, 27 എല്ലാവരും ഒന്ന് വായിച്ചേ. 26, 27 എന്നാൽ ദൈവം നമ്മെ ശക്തീകരിക്കുകയും നമ്മുടെ ബലഹീനതയിൽ സകല ശക്തിയും നമുക്ക് ദൈവകൃപ. 26, 27 നമുക്ക് യോഗ്യതയാകുന്ന വിധം നമ്മെ ശക്തീകരിക്കുകയും ചെയ്യും. 26, 27 എന്നാൽ ദൈവം നമ്മെ ശക്തീകരിക്കുകയും നമ്മുടെ ബലഹീനതയിൽ സകല ശക്തിയും 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 നമ്മുടെ ബലഹീനതയിൽ സകല ശക്തി
സകല സഹോദരന്മാരെ വിശുദ്ധ ചുംബനത്താൽ, അത് നമ്മൾ ചെയ്യാറുണ്ട് സാധാരണ. അടുത്ത കർത്താവാണ് സഹോദരന്മാരൊക്കെയും ഈ ലേഖനം വായിച്ചിട്ടുണ്ട്. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? സഹോദരന്മാരെ മുഴുവൻ ഈ ലേഖനം, ഇപ്പൊ സങ്കീർത്തനം പാടിക്കൊണ്ടിരിക്കുക നമ്മുടെ ബന്ധുക്കൂട്ടുകാർ. സങ്കീർത്തനം വിട്ടൊരു കളി എല്ലാവരും അല്ല, പുതിയ നിയമം പ്രസംഗിക്കുന്ന അനേക സഭകളുണ്ട്. നല്ലൊരു ഗ്യാതറിംഗ് ഉണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. എന്നാൽ നല്ലൊരു ശതമാനം ഈ വലിയ വലിയ ചർച്ചുകൾ, മെഗാ ചർച്ചുകൾ സങ്കീർത്തനം പാടിക്കൊണ്ടിരിക്കുക. പൗലോസ് പറയുകയാണ്, സകല സഹോദരന്മാരെയും ഈ ലേഖനം വായിച്ചു കേൾക്കുക. ലോകത്തുള്ള സകല സഹോദരന്മാരും, അമേരിക്കയിലുള്ളവരും, ലണ്ടനിലുള്ളവരും, യൂറോപ്പിലുള്ളവരും, ഗൾഫ് നാടുകളിലുള്ളവരും, 190 രാഷ്ട്രങ്ങളുണ്ടെന്ന് പറയുന്നെങ്കിൽ 190 രാഷ്ട്രങ്ങളിലും ഈ ലേഖനം പഠിപ്പിക്കണം. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചു കൊള്ളുവീനെന്ന് അപ്പോസ്തലൻ പറഞ്ഞ വ്യവസ്ഥയനുസരിച്ച് ലേഖനങ്ങളാണ് പുതിയ നിയമസഭയുടെ ഉപദേശം. നീ പ്രവാചകനായിരിക്കാം, ആത്മീയനായിരിക്കാം. ഞാൻ എഴുതുന്നത് ദൈവത്തിൻ്റെ കൽപ്പന. 1 കൊരിന്ത്യർ 14:37. അങ്ങനെ അവൻ അനുസരിക്കുന്നെങ്കിൽ, അറിയുന്നില്ലെങ്കിൽ അവൻ അറിയാതിരിക്കട്ടെ. 38-ാം വാക്യം, 14:38. കൊരിന്ത്യർ 14:37. നീ പ്രവാചകനായിരിക്കാം, ആത്മീയനായിരിക്കാം. ഞാൻ എഴുതുന്നത് ദൈവത്തിൻ്റെ കൽപ്പന. പൗലൂസ് എഴുതുന്നത്, പത്രോസ് എഴുതുന്നത്, യോഹന്നാൻ എഴുതുന്നത്, യാക്കോബ് എഴുതുന്നത്, യൂദ എഴുതുന്നത് ദൈവത്തിൻ്റെ കൽപ്പന. ഈ കൽപ്പന ആരവരെ പരമേൽപ്പിച്ചു? പിതാവേ, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, നിന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ അപ്പോസ്തലന്മാർ പറഞ്ഞ വചനം കേട്ട് വേണം നമ്മൾ കർത്താവിനെ വിശ്വസിക്കാൻ. തൃശ്ശൂരിലൊരു അച്ചായനുണ്ട്, അപ്പോസ്തലവചനം പറയുമ്പോൾ നീറ് കടിക്കുന്ന പോലെ പുള്ളി കടിക്കും. ഞാൻ ചോദിച്ചു, എന്താ ചെയ്യാനാ കാര്യം? അല്ല, നമ്മൾ കർത്താവ് പറഞ്ഞ് കേട്ടാൽ മതിയല്ലോ. ഓ ശരി, ശരി. അപ്പം ഞാനൊരു ചോദ്യം ചോദിച്ചു, കർത്താവ് വന്നപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നോ? കർത്താവ് ഡയറക്റ്റായിട്ടൊന്നും തന്നില്ല. പിന്നെ പുസ്തകത്തിൽ കിടപ്പുണ്ട്. അത് ആരെഴുതുന്നത്? അച്ഛാ, കർത്താവ് അവരെ ഏൽപ്പിച്ചു. പലസ്തീൻ നാട്ടിൽ പോയിട്ട് പത്രോസ് എൻ്റെ പിന്നാലെ വരാ, യോഹന്നാൻ എൻ്റെ പിന്നാലെ, യാക്കോബ് എൻ്റെ പിന്നാലെ വാ, മത്തായി വാ. ഓരോരുത്തരെയും വിളിച്ച് കൂടെ കൊണ്ടു കിടന്ന് 3.5 വർഷം പഠിപ്പിച്ച് അവസാനം ഈ വചനങ്ങളെല്ലാം അവരെ പരമേൽപ്പിച്ചു. അതാണ് 17-ാം അധ്യായം. നന്നായിട്ട് വായിച്ച് പഠിച്ചോണം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. നീ എനിക്ക് തന്ന വചനം നീ എനിക്ക് തന്നിട്ടുള്ളൂ, നിനക്കുള്ളവരാകിയാൽ നീ എനിക്ക് തന്ന വചനം ഞാൻ അവർ കൊടുത്തിരിക്കുന്നു, നിന്റെ വചനം ഞാൻ അവർ കൊടുത്തിരിക്കുന്നു. ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചതുപോലെ ഞാൻ അവരെ അയക്കുന്നു. നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു, എന്നെ തള്ളുന്നവൻ എന്നെ അയച്ചവനെ തള്ളുന്നു. ഇത്ര ശ്രേഷ്ഠമായ വചനത്തിൻ്റെ വെളിപ്പാടുകൾ തള്ളിക്കളഞ്ഞാൽ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? ഇന്നേക്ക് 20-25 തലമുറയ്ക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. കർത്താവ് പലസ്തീൻ നാട്ടിൽ വന്ന് ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് ഗലീല പ്രദേശങ്ങളിലൂടെ നടന്ന് ഈ മീൻ പിടിക്കുന്ന മുക്കുവന്മാരെ തെരഞ്ഞെടുത്ത് കർത്താവ് അവരെ വചനം പരമേൽപ്പിച്ച് അവർക്ക് ഭക്ഷിക്കാൻ ആഹാരം കൊടുത്ത്, ഇന്നത്തെ പോലെ സൂട്ടും കേട്ടും ടൈയും കെട്ടിയല്ല അവിടെ നടന്നത്. അവരുടെ വസ്ത്രധാരണവും അവർക്ക് ഉടുക്കാനില്ല, കുടിക്കാനില്ല, തിന്നാനില്ല. നമുക്കിപ്പോൾ ഉടുക്കാനും കുടിക്കാനും തിന്നാനും കിടക്കാനും ഇഷ്ടം പോലെയായി. എന്നിട്ടും മതി വരുന്നില്ല. വീടോട് വീട് കൂട്ടി, വയലോട് വയൽ കൂട്ടി ദൈവം അനുഗ്രഹിച്ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ചിന്തിച്ചോ, അത് ദൈവാനുഗ്രഹമല്ല. ദൈവാനുഗ്രഹം എന്താണ്? എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടവൻ. പഴയ നിയമസഭയായ എബിയ പുസ്തകത്തിലുണ്ട് ഈ ദുഷ്ടസഭ എത്രത്തോളം എന്നോട് വിറുവിറുക്കും. പഴയ നിയമസഭ ദുഷ്ടസഭ എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ പുതിയ നിയമസഭ ദുഷ്ടസഭയല്ല, യേശു ക്രിസ്തുവിൻ്റെ ശരീരമാം സഭ, ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭ, അല്ലെങ്കിൽ കന്യകയായ സഭ. സ്തോത്രം. അടുത്ത് യേശു ക്രിസ്തുവിൻ്റെ ദൈവാത്മാവ് വസിക്കുന്ന മന്ദിരമാകുന്ന സഭ. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമായ സഭയാണ്. നമ്മൾ കന്യകയായ മണവാട്ടിയായ സഭയാണ്. നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരമാം സഭയാണ്. തലയായ ക്രിസ്തുവിൽ നിന്ന് ശരീരമാം സഭയുടെ അവയവങ്ങളാകുന്ന നമ്മൾ ഉപദേശം സ്വീകരിച്ച് അനുസരിച്ച് ജീവിച്ച് ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയായ പ്രായത്തിൻ്റെ അളവിലേക്ക് നടത്തപ്പെടണമെന്ന ഉപദേശം. ആ ഉപദേശങ്ങളൊന്നും ഇന്ന് സഭകൾക്ക് ലഭിക്കുന്നില്ല. എന്നാൽ കൃപയാൽ ഞാനിതിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക, കർത്താവിൻ്റെ കൃപയാൽ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് പറഞ്ഞ് മരിക്കാനാണ് എനിക്ക് നിയോഗം. കേൾക്കുന്നവർക്ക് കേൾക്കാം. സ്തോത്രം. കേട്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. അതിനുള്ള അവസരം നിങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. ഞാൻ ആരെയും കമ്പൽ ചെയ്യത്തില്ല. പ്രിയ ദൈവമക്കളെ, ഹ്രസ്വകാലമാണ് നമ്മുടെ ഭൂമിയിലെ ജീവിതം. 70-80 സംവത്സരം.
നമ്മുടെ ചേട്ടത്തി പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതും ഇല്ല. ഒട്ടയെന്ന് വിരിയുന്നതിന് മുമ്പ് തന്നെ തട്ടിപ്പോയിക്കൊണ്ടിരിക്കുക കൊച്ചുങ്ങൾ വരെ. അപ്പോൾ അതും പോയി. മെഥൂശലേഖിൻ്റെ വയസ്സ് എത്രയായിരുന്നു? 900. ഏത് പുസ്തകത്തിൽ? 969. അതേ പേജിൽ ജനം ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കാതെ തങ്ങൾക്ക് ബോധിച്ചതുപോലെ ജീവിച്ചു തുടങ്ങിയപ്പോൾ ഉൽപ്പത്തി 5:6 മെഥൂശലേഖിൻ്റെ ആയുസ് 969 ആയിരുന്നെങ്കിൽ തങ്ങൾക്ക് ബോധിച്ച പോലെ നടന്ന നോഹയുടെ തലമുറ വന്നപ്പോൾ ആയുസ് എത്രയായി? അതും അറിയത്തില്ലേ? 80. 120. ഇതൊക്കെ വായിച്ച് പഠിച്ചോണോ ശരിക്കും? 120 സംവത്സരമായി. അപ്പോൾ എത്ര ആയുസ് കുറഞ്ഞു സഹോദര? ചിന്തിച്ചേ. ഞാൻ നിർത്താൻ പോവാ, 5 മിനിറ്റ് കൂടെ ഉള്ളൂ എനിക്ക്. 5 മിനിറ്റ് പക്ക. എത്ര ആയുസ് പോയി കുറഞ്ഞു? 969 നിന്ന് 120 കുറച്ചാൽ എത്ര ആയുസായി? 800 ചില്ലുവാനം ആയുസ് ഒറ്റയടിക്ക് കുറഞ്ഞു. സർവശക്തനായ ദൈവത്തിൻ്റെ വ്യവസ്ഥയിൽ നിലനിൽക്കാത്ത ജനത്തിന് ദൈവം കൊടുത്ത ശിക്ഷ ഒരൊറ്റയടിക്ക് 800 ചില്ലുവാനം ആയുസ് വെട്ടിക്കുറച്ചു. ഇന്നത്തെ ന്യൂ ജനറേഷൻ്റെ ആയുസ് എത്രയാണെന്നറിയോ? 50 വയസ്സാണ്. 50 വയസ്സാകുമ്പോൾ പെട്ടിയിലെടുത്ത് കിടത്തി കൊണ്ടുപോയി കുടിച്ചിടും, പാട്ടും പാടി. ഞങ്ങളൊക്കെ ഇനി എത്രയാണെന്ന് അറിയത്തില്ല. ഇപ്പോൾ നവംബർ 12 ആകുമ്പോൾ 67 ഓടുക ചെല്ല. എത്ര ആയാലും കുഴപ്പമില്ല. ഇന്ന് ചത്താലും എനിക്ക് വിഷയമല്ല. എന്നെ സംബന്ധിച്ച് മരണമെന്നുള്ളത് എനിക്കൊരു വിഷയമേ അല്ല. മരണമെന്നുള്ളത് എൻ്റെ അജണ്ടയിലില്ല, എനിക്കൊരു വിഷയമല്ല. എപ്പോൾ മരിച്ചാലും ഓക്കെ. പക്ഷേ മരിക്കുന്നത് പ്രത്യാശയോടെ ആയിരിക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട്. അതിനുവേണ്ടി ഞാൻ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 967 ആയുസിനെ 120 ആയുസ് ആക്കി മാറ്റിയ സർവശക്തനായ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. നമ്മൾ വചനമനുസരിച്ച് പ്രമാണമനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ നമ്മുടെ ആയുസ് പോലും ദൈവം കുറച്ച് കളയുമെന്ന് ചിന്തിച്ചാൽ തെറ്റുണ്ടോ? തെറ്റുണ്ടോ? 120 വന്ന് നിൽക്കുക. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ദൈവസൃഷ്ടിയായ മനുഷ്യൻ്റെ ഇടപെടലുകൾ ദൈവവ്യവസ്ഥയ്ക്ക് എതിരായി പോകുമ്പോൾ ദൈവം അവനെ കണക്കിന് ശിക്ഷിക്കും. അതാണ് 120 എന്നുള്ള സംഖ്യ വരങ്ങ. അവിടെ നിന്ന് വന്ന് മോശ എഴുതിയപ്പോൾ അതെത്രയായി? 70ഉം 80ഉമായി. ഇപ്പം നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചോ, ചേട്ടത്തിയും പറഞ്ഞ് ശരിയാ, എപ്പോൾ വേണേലും തട്ടിപ്പോവാം. എപ്പോൾ വേണേലും തട്ടിപ്പോവാം. ആർക്കും എവിടെ വെച്ചും മരണം സംഭവിക്കാം. സമയം നിശ്ചയമല്ല. മരണം നിശ്ചയം, സമയം നിശ്ചയമല്ല. അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന അസുലഭ സന്ദർഭം ദൈവവചനം കേട്ടനുസരിച്ച് ജീവിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഈ സന്ദേശം നമുക്ക് അനുഗ്രഹമാക്കി കർത്താവ് തീർക്കട്ടെ. ഹല്ലേലൂയ. ഈ വചനം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. എൻ്റെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവരുമല്ല, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതെന്നുള്ളത് കർത്താവ് അപ്പോസ്തലനായ പൗലൂസിലൂടെ ആ സ്വർഗരാജ്യത്തിൽ കടക്കുന്ന പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ആരാണെന്ന് വ്യക്തമായ വെളിപ്പാട് നൽകിയിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നുണ്ട്. അത് വേഗത്തിൽ നമുക്കൊന്ന് നോക്കാം എന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പിതാവിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് പറയുന്ന ചില ഭാഗങ്ങൾ കൂടിയുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം. അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു എന്ന് പറഞ്ഞു. അവനവനോട് കർത്താവേ ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവൻ വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ട് വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ. പിതാവ് എനിക്ക് തന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. ഞാനിപ്പോൾ വായിച്ചത് യോഹന്നാൻ 6:38-39 വാക്യങ്ങളാണ്. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം.
ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കും. കർത്താവ് പറഞ്ഞ പിതാവിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് കൂടി 1-2 വാക്യങ്ങളിലൂടെ നമ്മൾ ചിന്തിച്ചു. ഇനി അനേക വാക്യങ്ങൾ റെഫർ ചെയ്യാനുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടം എന്താണ് ഒന്നുകൂടി ഒന്ന് ഓടിച്ച് പറഞ്ഞ് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കാം. തമ്മിൽ സമാധാനമായിരിക്കും. സഹോദരന്മാരെ ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ, ആരും തിന്മയ്ക്ക് പോലെ തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ, എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കും, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ, സകലവിധ ദോഷവും വിട്ടകലുവിൻ. എല്ലാവിധ ദോഷവും വിട്ടലും ഇത് പിതാവിൻ്റെ ഇഷ്ടമാണ്. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ എന്ത് ചെയ്യും? സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കും. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ വെളിപ്പെടുവണ്ണം നിങ്ങളെ കാക്കുവാനിടയായിത്തീരും. ഇല്ലെങ്കിൽ നമ്മൾ ശുദ്ധീകരിക്കുകയുമില്ല, ഇല്ലെങ്കിൽ ദൈവം നമ്മളെ കാക്കുകയുമില്ല. പിശാചിൻ്റെ പിടിയിൽ അമർന്നു പോകാൻ സാധ്യതയുണ്ട്. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവരത് നിവർത്തിക്കും. സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സകല സഹോദരന്മാരെയും വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യും. കർത്താവാണ് സഹോദരന്മാരൊക്കെയും ഈ ലേഖനം വായിച്ച് കേൾപ്പിക്കണം. പുതിയ സഭയുടെ ഉപദേശങ്ങൾ മുഴുവൻ ലേഖനങ്ങളാണ്. ഞങ്ങൾ വാക്കിനാലോ ലേഖനങ്ങളാലോ തന്നത് പ്രമാണങ്ങളാണ്. വാക്കിനാൽ തന്ന പ്രമാണം പ്രവൃത്തി പുസ്തകമാണ്. ലേഖനത്താൽ തന്ന ഉപദേശം റോമാലേഖനം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള 1, 2, 3 അധ്യായം. 4-ാം അധ്യായത്തിലേക്ക് സഭ സ്വർഗത്തിൽ കാണപ്പെടുകയാണ്. ഈ വചനങ്ങളെല്ലാം കേട്ടനുസരിച്ച് നമുക്ക് ജീവിക്കാം. വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യം എൻ്റെ ഹൃദയത്തിൽ വരിക: അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനി അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. ഇതാ ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കാൻ എൻ്റെ പക്കലുണ്ട്. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോപണം ചെയ്ത യേശു പോയതുപോലെ തിരികെ യേശു കർത്താവ് വരും, നമ്മളെ ചേർക്കും. അതാണ് നമ്മുടെ പ്രത്യാശ. അതിനായിട്ട് ഈ വചനങ്ങൾ നമുക്ക് മുഖാന്തരമായി ഭവിക്കട്ടെ എന്നാത്മാർത്ഥമായി പ്രസ്താവിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് വിവരങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും ഒന്ന് സ്തോത്രം ചെയ്യാം. എനിക്കൊന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ഭാവസരം പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, 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 സ്തോത്രം. സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവേ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിൽ സഹിപ്പാനൊക്കെ സ്വർഗം ഞങ്ങളെ ഒരുക്കിയ വൻകൃപകൾക്കായി സ്തുതിക്കുന്നു കർത്താവെ, സ്തുതിക്കുന്നു കർത്താവെ, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. ലോകം കർത്താവെ ഒരു വല്ലാത്ത അനുഭവത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രാണപ്രിയനെ ആത്മനാഥനെ നോക്കി സഞ്ചരിപ്പാൻ കർത്താവെ ഞങ്ങളെ ശക്തിപ്പെടുത്തേണ്ടതായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം കേൾക്കുവാനും വായിപ്പാനും കർത്താവെ അതനുസരിച്ച് ജീവിപ്പാനൊക്കെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ദൈവകൃപ ധാരാളമായി സ്വന്തം പകരുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ, സ്തോത്രം ചെയ്യുന്നു കാലം കർത്താവെ. ഹല്ലേലൂയ. പ്രത്യാശയുടെ തിരുവചനം ഞങ്ങൾക്ക് തന്നതിനായി കർത്താവെ അത് ഞങ്ങളുടെ ഹൃദയത്തിലെ ആഴങ്ങളിലേക്ക് കർത്താവെ സ്വർഗം പ്രവർത്തിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ദാസനെ ശക്തിയിലേക്ക് സഹായിക്കുകയും ചെയ്യണം, ബലപ്പെടുത്തുകയും ചെയ്യണം കർത്താവെ. ഭവനത്തെ, ദാസിയെ, കുടുംബത്തെ, കുഞ്ഞുങ്ങളെ കർത്താവെ സമ്പൂർണ്ണമായി തൽക്കരത്തിന് ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ വലിയ പ്രവൃത്തി, കർത്താവിന്റെ മഹത്വം കർത്താവെ അങ്ങ് വെളിപ്പെടുത്തുന്നതിനായി സ്തുതിക്കുന്നു പിതാവേ. കർത്താവിനെ ഞങ്ങളെ സമ്പൂർണ്ണമായി തരുന്നു. ഞങ്ങളെ പിന്നെയും ശക്തിപ്പെടുത്തും, സഹായിക്കും, സൂക്ഷിക്കുകയും ചെയ്യണം. കൃപയാൽ നിറയ്ക്കണം, സകല നന്മയ്ക്ക് ഒരുക്കണം. യേശു ക്രിസ്തുവിന്റെ കരത്തിൽ സമർപ്പിക്കുന്നു. കർത്താവിടെ പ്രാർത്ഥനയെ സ്തോത്രം ചെയ്യാം. കർത്താവ് തന്ന വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. കേട്ട വചനങ്ങൾ ഓരോന്നും മനസ്സിൽ ജീവിക്കാനുള്ള കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും യേശു ക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ചുവാനെടുത്ത പരിശുദ്ധാത്മാവിന്റെ സംസർഗം, കാവലും കൂട്ടായ്മയും നമ്മോടും പ്രാർത്ഥിച്ച വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും കർത്താവിന്റെ വരവരെയും നിലനിൽക്കുണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. കർത്താവിന്റെ ദിവ്യ സമാധാനം നമ്മോടുകൂടി ഇരിക്കട്ടെ. ആമേൻ, ആമേൻ. മാറാനാഥ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്.